എൻ്റെ പേരിൽ എന്തോ പിരിവ് നടത്തുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. പക്ഷെ ഒരിക്കലും ഞാൻ അറിഞ്ഞിട്ടാണ് എന്ന് നിങ്ങൾ ഒരിക്കലും പറയില്ല. ഞാൻ അറിഞ്ഞിട്ടല്ല, എൻ്റെ സമ്മതത്തോടു കൂടിയല്ല. മനസ്സിലായോ? ഞാൻ ഒരിക്കലും ആരോടും പറഞ്ഞിട്ടില്ല എൻ്റെ അസുഖത്തിന് വേണ്ടി പിരിക്കണം എന്ന് ഒന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല. നിങ്ങൾ എന്നെക്കുറിച്ച് പ്രാർത്ഥിച്ചില്ലെങ്കിലും കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ ആദരാഞ്ജലികൾ പോസ്റ്റൊക്കെ ഇടാതിരിക്കുക. കാരണം എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. എൻ്റെ കുഞ്ഞു മോനുണ്ട്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള ചർച്ചാ വിഷയം എന്ന് പറയുന്നത് രേണുസുധിയുടെ അസുഖം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം. അപ്പോൾ ഈ ഒരു എന്താ പറയുക, രേണുസുധിയുടെ ഈ ഒരു അസുഖ വിവരം രേണു തന്നെയാണ് വന്ന് ഒരു ചാനലിൽ ഇന്റർവ്യൂയിലൂടെ പറയുകയും പിന്നീട് രേണുവിൻ്റെ തന്നെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ വന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ന്യൂസ് പുറത്ത് വന്നതിന് ശേഷം ഒരുപാട് ആൾക്കാരാണ് കേട്ടോ രേണുവിന് പ്രാർത്ഥനകളും അതുപോലെ തന്നെ രേണുവിന്റെ അസുഖം മാറണം എന്നൊക്കെ പറഞ്ഞു ഒരുപാട് ആൾക്കാർ ഇപ്പോൾ പ്രാർത്ഥനകളും ഒക്കെ ആയിട്ട് രേണുവിനെ വെറുത്തിരുന്ന ആൾക്കാർ പോലും ഇപ്പോൾ രേണുവിന്റെ ആ അസുഖമൊക്കെ മാറി എത്രയും പെട്ടെന്ന് അസുഖമൊക്കെ മാറണമെന്നാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. 100-ഒരു 80% ആൾക്കാരും ഇപ്പോൾ രേണുവിന്റെ ആ ഒരു അസുഖം എല്ലാം മാറി പെട്ടെന്ന് തന്നെ സുഖമാവണം എന്നാണ് പ്രാർത്ഥിക്കുന്നത്. കാരണം ഒരു കുഞ്ഞു മോനുള്ളതാണല്ലോ, അതൊക്കെ മാറണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ ഒരുത്തൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. രേണുവിന്റെ ഫോട്ടോ വെച്ചിട്ട് ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു അസുഖം അല്ലെ, ഈ ക്യാൻസർ എന്ന് പറയുന്ന ഒരു അസുഖം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുക്കൾക്ക് പോലും വരരുതേ എന്നാണ് നമ്മളുടെയൊക്കെ പ്രാർത്ഥനയും നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. പല കാര്യങ്ങളിലും രേണുവിനെ നമ്മൾ വിമർശിച്ചിട്ടുണ്ടെങ്കിലും ചില എതിർപ്പുകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു അസുഖം രേണുവിനുണ്ട് എന്നറിഞ്ഞപ്പോൾ ആത്മാർത്ഥമായിട്ട് എന്താ പറയാ, അസുഖം മാറണമെന്നും വല്ലാത്തൊരു സങ്കടം തോന്നി. കാരണം രേണുവിന്റെ ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥകളൊക്കെ കണ്ടപ്പോഴത്തേക്കും നമ്മളും മനുഷ്യർ തന്നെയാണ്, അല്ലാതെ മൃഗമൊന്നും അല്ല. നമുക്കും വേണമെങ്കിൽ നമുക്കോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവർക്കോ ഒക്കെ ആർക്ക് വേണമെങ്കിലും ഈ അസുഖം വരാം. അല്ലാതെ ഇവിടെ രേണുവിന് മാത്രമേ ഇത് വരുള്ളൂ അങ്ങനെയൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരാം. അപ്പൊ ഇങ്ങനെ ഒരു രോഗമാണെന്നും അതിന്റെ അവസ്ഥകളും ഒക്കെ കഴിഞ്ഞ ദിവസം കീമോ ചെയ്യാൻ വേണ്ടിയിട്ട് കയ്യിൽ ഒരു ഇതിട്ട് വന്നിരിക്കുന്നതാണ്. അപ്പൊ ഭയങ്കര സങ്കടം തോന്നി. അപ്പൊ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു മെസ്സേജ് അയക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, അസുഖമൊക്കെ മാറും പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു മെസ്സേജ് ഒക്കെ അയച്ചു. ഒരു പക്ഷെ അത് കണ്ടിട്ടുണ്ടാവില്ല, കാരണം ഒരുപാട് ആൾക്കാർ ഇപ്പൊ രേണുവിന് മെസ്സേജ് അയക്കുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. രേണുവിന് ഇഷ്ടപ്പെടുന്നവരും വെറുത്തിരുന്നവരും പോലും ഇപ്പൊ രേണുവിനെ ഒന്ന് കാണാനും അല്ലെങ്കിൽ അസുഖമൊക്കെ മാറണം രേണുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആൾക്കാരും ഉണ്ട്. അങ്ങനെ തന്നെയാണ് നമുക്കൊന്നും അവരോട് വ്യക്തിപരമായിട്ട് യാതൊരുവിധ വൈരാഗ്യമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അവരുടെ ചില പ്രവർത്തികളെയാണ് നമ്മൾ വിമർശിച്ചതും എതിർത്തതും എല്ലാം. അപ്പൊ അങ്ങനെ ഈ കഴിഞ്ഞ ദിവസം ഒരുത്തൻ ഒരു പോസ്റ്റ് ഇട്ടു. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക ആൾക്കാരും അവന്റെ ആ ഒരു ഫോട്ടോയും ഇതെല്ലാം എടുത്ത് പബ്ലിക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അവന്റെ ഫേസ്ബുക്കിൽ ആ ഒരു അക്കൗണ്ട് നോക്കിയിട്ട് ഇപ്പൊ കാണുന്നില്ല. എനിക്ക് തോന്നുന്നു എല്ലാരും കൂടെ റിപ്പോർട്ട് അടിച്ച ആ അക്കൗണ്ട് അങ്ങ് പൂട്ടിപ്പോയെന്ന് തോന്നുന്നു. എന്താന്ന് പറഞ്ഞാലും ആർക്ക് വേണമെങ്കിലും വരാവുന്നതേ ഉള്ളൂ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. നമുക്കൊരാളോട് ഏതെങ്കിലും രീതിയിൽ അല്ലെ അവരുടെ പ്രവൃത്തികളിൽ എതിർപ്പുണ്ട് എന്ന് കരുതിയിട്ട് അവർക്കൊരു മോശാവസ്ഥ വരുമ്പോൾ അല്ലെ അവർക്ക് ഈ ഒരു രീതിയിൽ ഒരു രോഗാവസ്ഥ വരുമ്പോൾ ഒരിക്കലും ആർക്കും സന്തോഷിക്കാൻ പറ്റത്തില്ല. അതിനിപ്പോ എത്ര വലിയ ദ്രോഹം ചെയ്ത ആളാന്ന് പറഞ്ഞാലും എത്ര വലിയ തെറ്റ് ചെയ്ത ആളാന്ന് പറഞ്ഞാലും അങ്ങനെ ഒരാൾക്ക് ഇതുപോലെയൊക്കെയുള്ള ഒരു അസുഖം വരുമ്പോൾ ആരും അതൊന്നും മനസ്സിൽ വെച്ച് പെരുമാറത്തില്ല. ഇപ്പൊ ഉദാഹരണത്തിന് നമുക്കറിയാം, ഈ കഴിഞ്ഞിടെ ഒരു സൗദിയിലോ മറ്റോ ഒരു പുള്ളിക്കാരൻ ജയിലിലായിരുന്നു, സൗദി ജയിലിലായിരുന്നു. ഒരു പയ്യനെ മറ്റേ കൊന്നിട്ട് ജയിലിലായിരുന്നു. നമ്മുടെ മലയാളികളിൽ എല്ലാവരും കൂടെ ഒത്തുചേർന്ന് അയാളെ ആ ജയിലിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി എത്രയോ കോടി രൂപയാണ് എല്ലാവരും കൂടെ പിരിച്ച് ആ ഒരു ആളിപ്പോ നാട്ടിൽ വന്നു. അയാളുടെ ഉമ്മയൊക്കെ കണ്ടു അല്ലെ. അയാൾ അത്രയും ഒരു കൊലപാതകം ചെയ്ത പ്രതിയാണ്. ആ ആൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് ആള് ഇപ്പൊ തിരിച്ച ഉമ്മയുടെ അടുത്ത് എത്തിയില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ ചില കാര്യങ്ങളിൽ രേണുവിനെ വിമർശിച്ചിട്ടുണ്ട്, ചില തെറ്റുകൾ രേണുവിന് പറ്റിയിട്ടുമുണ്ട്. അപ്പൊ അതിനെയൊക്കെയാണ് നമ്മൾ വിമർശിച്ചിരിക്കുന്നത്. അല്ലാതെ നമുക്കൊന്നും അവരോട് എന്താ പറയാ, വ്യക്തിപരമായിട്ട് യാതൊരു വൈരാഗ്യവും ഇല്ല. എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടോ? ഒരിക്കലും ഇല്ല. ഇപ്പൊ ഉദാഹരണത്തിന് നമുക്കറിയാം, ബിഷപ്പ് നോബിൾ ഫിലിപ്പ് എന്ന് പറയുന്ന ആ ഒരു ബിഷപ്പ് രേണുവിനൊക്കെ, അതായത് 2 മക്കൾക്ക് വീട് വെക്കാൻ സ്ഥലം നൽകി. കുറച്ച് നാളുകൾക്ക് മുന്നേ രേണു തന്നെ ബിഷപ്പിനെയും വീട് വെച്ച് കൊടുത്തവരെയൊക്കെ വന്നിട്ട് ഓരോ കാര്യങ്ങളും മോശമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ ആൾക്കാർ പോലും ഇപ്പം ബിഷപ്പാണെങ്കിലും അല്ലെങ്കിൽ ആ വീട് വെച്ച് കൊടുത്ത ഫിറോസ്, അവരൊക്കെ ഈ സമയത്ത് രേണുവിന് ഇങ്ങനെ ഒരു അസുഖം വന്ന സമയത്ത് അവർ ആ രീതിയിൽ ഏതെങ്കിലും രീതിയിൽ രേണുവിന്റെ അടുത്ത് പെരുമാറുന്നുണ്ടോ? ഒരിക്കലും ഇല്ലല്ലോ. ബിഷപ്പാണെങ്കിൽ പോലും രേണുവിന്റെ വീട്ടിൽ പോവുകയും രേണുവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തു. ഇപ്പൊ ഫിറോസ് ആണെങ്കിൽ പോലും രേണുവിന്റെ ഈ ഒരു രോഗവിവരം അറിഞ്ഞതിന് ശേഷം പോസ്റ്റ് ഇടുകയും എല്ലാവരും പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞ് അയാളും ഇട്ടു. അത്രേ ഉള്ളൂ. നമ്മളിപ്പോ രേണുവിനെ കുറിച്ച് പല കാര്യങ്ങളും വിമർശിച്ചിട്ടുണ്ട് എന്ന് കരുതിയിട്ട് നമുക്ക് എനിക്ക് ഇങ്ങനെ ഒരു അസുഖം വന്ന സമയത്ത് ഒരിക്കലും നമുക്ക് അത് കണ്ട്
നമ്മളും മനുഷ്യർ തന്നെയാണ്. നമുക്കത് കണ്ടിട്ട് വല്ലാത്ത സങ്കടമാണ് തോന്നിപ്പോയത്. എന്തായാലും എത്രയും പെട്ടെന്ന് രോഗങ്ങളെല്ലാം മാറി സുഖം പ്രാപിച്ച് വരുമെന്ന് തന്നെയാണ് കരുതുന്നത്. അങ്ങനെ തന്നെയായിരിക്കും. കാരണം എൻ്റെ മനസ്സ് അങ്ങനെയാണ് പറയുന്നത്. രേണു ഇതിൽ നിന്നൊക്കെ കരകയറി എത്രയും പെട്ടെന്ന് തന്നെ സുഖം പ്രാപിച്ച് വരുമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഒരുപാട് ആൾക്കാർ നമ്മളിപ്പോൾ രേണുവിൻ്റെ എന്തെങ്കിലും പോസ്റ്റ് ഇട്ടാലോ അതേ ഏതെങ്കിലും വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പല ആൾക്കാരുടെയും ഞാൻ കണ്ടു. അതിൻ്റെയൊക്കെ താഴെ പോയിട്ട് ഭയങ്കര തെറിയും നെഗറ്റീവുമാണ്. പ്രത്യേകിച്ച് ഫേസ്ബുക്കിൽ ചില ആൾക്കാരുടെ കമൻറ്റുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തോന്നും എന്തോ നമ്മൾ ആരാണ്ട് മനഃപൂർവ്വം രേണുവിന് ഇങ്ങനെ ഒരു അസുഖം വെച്ചതാണ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ നമ്മളെല്ലാവരും കൂടെ പറഞ്ഞെന്തോ ചെയ്യിപ്പിച്ച് വരുത്തിയ എന്ന രീതിയിലാണ് പല ആൾക്കാരുടെയും കമൻറ്റ്. ഇപ്പം നമ്മൾ ഒരാളെക്കുറിച്ച് വിമർശിച്ചിട്ടുണ്ട് എന്ന് കരുതിയിട്ട് നാളെ അയാൾക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു രോഗം വന്നാൽ അതിന് കാരണക്കാരൻ നമ്മളാകുമോ? ആകുമോ? നമ്മളും മനുഷ്യരൊക്കെ തന്നെയാണ്. നമ്മളിപ്പോൾ ഈ യൂട്യൂബിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നു. നമ്മൾ ഒരുപാട് ആൾക്കാരെ കുറിച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഒരുപാട് ആൾക്കാരെ കുറിച്ച് ചെയ്യാറുണ്ട്. ആ ആൾക്കാർക്കൊക്കെ നാളെ ഏതെങ്കിലും രീതിയിൽ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ വിമർശിച്ച കാരണമാണോ? അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണോ? അല്ല, പല ആൾക്കാരും അങ്ങനെയാണ് കമന്റ് ഇടുന്നത്. നമ്മളും മനുഷ്യരൊക്കെ തന്നെയാണ്. നമുക്കും ഉണ്ട് കുടുംബവും അല്ലെ മക്കളും ഒക്കെ. ഇപ്പൊ ഇന്ന് രേണുവിന് വന്ന ഈ അസുഖം നാളെ വേറെ ആർക്ക് വേണമെങ്കിലും വരാം. അല്ലാന്നുണ്ടെങ്കിൽ നിന്ന നിപ്പിൽ കുഴഞ്ഞു വീണ് മരിക്കാം. അതൊക്കെ ആർക്ക് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്നതേ ഉള്ളൂ. എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. ഇപ്പൊ ഈ രേണുവിന് ഇങ്ങനെ ഒരു അസുഖം വന്നാൽ അത് ദൈവത്തിന്റെ ഒരു വിധിയാണ്. എത്രയോ പൊടി കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ക്യാൻസർ അസുഖമൊക്കെ വന്ന് RCCയിലും ഓരോ സ്ഥലത്തും ഉണ്ട്. അവരൊക്കെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടോ അല്ലെ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ചെയ്തിട്ടാണോ? ഒരിക്കലും അല്ല. അതൊക്കെ ദൈവത്തിന്റെ ഓരോ വിധികളാണ്. അങ്ങനെ കരുതുക. രേണുവിന്റെ ഈ ഒരു അസുഖത്തിന്റെ പേര് പറഞ്ഞ് ആരൊക്കെയോ പിരിവ് നടത്തുന്നുണ്ടെന്ന് രേണു തന്നെ പറയുന്നുണ്ട് കേട്ടോ. നമുക്ക് ആർക്കും അറിയത്തില്ല കേട്ടോ ആ ഒരു സംഭവത്തെ കുറിച്ചിട്ട്. ആരാണ് അങ്ങനെ ചെയ്യുന്നതെന്നൊന്നും അറിയത്തില്ല. എന്തായാലും അങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടെന്ന് രേണു തന്നെയാണ് വന്ന് പറഞ്ഞത്. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ അവരെ സഹായിക്കണമെന്ന് തോന്നുന്നവർക്ക് ഇപ്പൊ രേണു തന്നെ രേണുവിന്റെ വീഡിയോയിൽ പറഞ്ഞ കരീഷ്മ എന്ന് പറയുന്ന അവരുടെ മാനേജർ വിളിച്ച് കോൺടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ രേണുവിനെ നേരിട്ട് കോൺടാക്ട് ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. അല്ലാതെ ആരും ഈ ഒരു രീതിയിൽ പിരിവെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും പണമൊന്നും കൊടുക്കാതിരിക്കുക. അത് ഒരിക്കലും അവരെ അർഹതപ്പെട്ടവരുടെ കൈകളിൽ എത്തില്ല. ഇപ്പൊ തന്നെ ഒരുപാട് ആൾക്കാരാണ് രേണുവിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും തയ്യാറായിട്ട് നിൽക്കുന്നത്. ഇപ്പൊ നമുക്കാണെങ്കിൽ പോലും നമുക്ക് അവരെ കാണാൻ പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും പോയി കാണുകയും അതിനൊക്കെ നമുക്ക് ആരുടെയെങ്കിലും ഇതിന്റെ ആവശ്യമുണ്ടോ? നമുക്ക് അവരെ കാണണം എന്ന് തോന്നിയാൽ തീർച്ചയായും പോയി കാണുക തന്നെ ചെയ്യാം. അതിലൊന്നും നമുക്ക് ആരുടെയും ഒരു അനുവാദത്തിന്റെ ഒന്നിന്റെയും കാര്യമില്ല. ഒരാൾക്ക് രോഗം വരുമ്പോഴോ അല്ലെ ഒരാൾക്കൊരു അസുഖം വരുമ്പോഴോ അല്ല നമ്മൾ ശത്രുതയോ അല്ലെങ്കിൽ ഒന്നും തന്നെ കാണിക്കേണ്ടത്. ഇപ്പൊ രേണുവിനോട് ഇഷ്ടമുള്ളതാണെന്നും പറഞ്ഞ് കുറേ അധികം ആൾക്കാർ രേണുവിനെ വീഡിയോ ചെയ്ത് വിമർശിച്ചവർക്കെതിരെയൊക്കെ പോയി ഭയങ്കര തെറിവിളിയും ഭയങ്കര ചീത്തവിളിയാണ്. അതിന്റെ ആവശ്യം എന്താണ്? അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പ്രാർത്ഥിക്കുക അവർ എത്രയും പെട്ടെന്ന് രോഗമുക്തി നേടി അവർ തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. കാരണം ഒരു മോനുള്ളതാണല്ലോ. അപ്പൊ അത്രയും നമുക്കും പറയാനുള്ളൂ. പിന്നെ ആ പോസ്റ്റ് ഇട്ടവനോട് അവൻ എന്തായാലും ഒരു വലതന്തയ്ക്ക് ഉണ്ടായവനായിരിക്കണം. കാരണം അതുകൊണ്ടാണല്ലോ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് അവനിട്ട്. എന്തായാലും അവന്റെ പൊടി പോലും ഇപ്പൊ ഇല്ല കേട്ടോ. അവന്റെ പോസ്റ്റും കാണാനില്ല, അവനെയും കാണാനില്ല. എന്താ പറയണ്ടേ ഇതുപോലത്തെ നാണം കെട്ടവന്മാരെയൊക്കെ. ഇപ്പോഴും പല ആൾക്കാരും ഒക്കെ ഒരു രോഗം വന്നിരിക്കുന്ന സമയത്ത് ഈ ഇപ്പൊ രേണുവിനെന്നല്ല ആർക്കാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരരുതേന്നേ നമ്മൾ പ്രാർത്ഥിക്കത്തുള്ളൂ. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഇനിയിപ്പോ ഈ വീഡിയോയുടെ താഴെയും വന്ന് ഒരുപാട് ആൾക്കാർ കമന്റ് ഇടുന്നു. ഇനിയും ഈ കണ്ടന്റ് വിടാറായില്ലേ, രേണുവിനെ വെച്ച് അരി മേടിക്കുമല്ലേ, മറ്റതല്ലേ മറിച്ചല്ലേ എന്നൊക്കെ ചോദിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. എന്താന്ന് പറഞ്ഞാലും എനിക്കിപ്പോ രേണുവിനെ നാളെ ഒരുപക്ഷെ കാണണമെന്ന് തോന്നിയാൽ തീർച്ചയായും ഞാൻ പോയി കാണും. അത് തികച്ചും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യം. അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ പോയി കാണും. അതൊക്കെ എനിക്ക് ഇഷ്ടം പോലെ ഞാൻ ചെയ്യും. ഓരോരുത്തരുടെ ഇഷ്ടമാണ് അല്ലേ. അപ്പൊ എന്തായാലും ഇപ്പൊ രേണു ആണെങ്കിൽ പോലും വീഡിയോയിൽ പറഞ്ഞു, എന്നെ ഇഷ്ടപ്പെടുന്നവരും അല്ലെ എന്നെ വെറുക്കുന്നവരുടെയും പ്രാർത്ഥനയാണ് എനിക്ക് വേണ്ടത്. എന്നെ ഓർത്തിട്ടല്ല എന്റെ കുഞ്ഞിനെ ഓർത്തിട്ടെന്ന് രേണുവും പറയുന്നുണ്ട്. രേണുവിനെ വെറുക്കുന്നവരുടെ പോലും പ്രാർത്ഥന രേണുവിന് വേണമെന്ന്. ഇപ്പം എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒരു പകുതി മുക്കാലും ജനങ്ങൾ ഈ ഒരു വിഷയം അറിഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട്. എന്താന്ന് പറഞ്ഞാലും ഇതെല്ലാം തരണം ചെയ്ത് അവരെത്രയും പെട്ടെന്ന് സുഖമായിട്ട് തിരിച്ചു വരട്ടെ.